നമസ്കാരം. കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജിൽ ഇന്റർ സ്കൂൾ കോളേജ് ഫെസ്റ്റ് ആവിർഭാവം നടത്തി. കോതമംഗലം MLA ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു. കോട്ടപ്പടി കൽക്കുന്നൽ മാർ ഗീവറീസ് സഹദ പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ അധ്യക്ഷത വഹിച്ചു. ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സംഗീത് വിനോദ് മുഖ്യ അതിഥിയായിരുന്നു. കോളേജ് മാനേജർ സുനിൽ ജോസഫ്, പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ടി മൂലയിൽ, കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി, കോട്ടപ്പടി കൽക്കുന്നൽ മാർ ഗീവറീസ് സഹദ പള്ളി സഹവികാരി ബെൻ മാത്യു കല്ലിങ്കൽ, പള്ളി ട്രസ്റ്റി CM ജോർജ് എന്നിവർ ആശംസകൾ നേർന്നു. പ്രോഗ്രാം കോർഡിനേറ്റർ റിയ സൂസൻസ്കറിയ സംസാരിച്ചു. 19 വർഷത്തിനിപ്പുറം നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ, പ്രത്യേകിച്ച് സ്വാശ്രയ രംഗത്ത് ശ്രദ്ധേയമായ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി ഈ സ്ഥാപനത്തിന് മാറാൻ സാധിച്ചിട്ടുണ്ട്. അത് തീർച്ചയായും ഈ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് ഉൾപ്പെടെ പള്ളിയുടെ നേതൃത്വത്തിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഈ സ്ഥാപനത്തിന്റെ ഓരോ നേട്ടങ്ങളെയും സംബന്ധിച്ച് വളരെ കൃത്യതയോടുകൂടി സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരും കഴിഞ്ഞ കാലങ്ങളിൽ പ്രത്യേകമായി ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നാൽക്കത്തിന് നിർദ്ദേശം അടക്കം അക്കാദമിക് രംഗത്തും മറ്റിതര മേഖലകളിൽ പാഠ്യേതര രംഗങ്ങളിലൊക്കെ ഒരേപോലെ മികവ് പുലർത്തുന്ന ഒരു സ്ഥാപനമായി നമ്മുടെ സ്ഥാപനത്തിന് മാറാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കേരളം വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പ്രാധാന്യവും പരിഗണനയും ഒക്കെ എല്ലാ കാലത്തും നൽകുന്ന ഒരു പ്രദേശമാണ്. പ്രാഥമിക വിദ്യാഭ്യാസ തലം മുതൽ ഉന്നത വിദ്യാഭ്യാസ മേഖല വരെ പരിശോധിച്ചാൽ നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ പഠന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും ഒരേപോലെ പ്രാധാന്യം കൊടുക്കണമെന്നാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത് കോളേജ് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഇത്തരമൊരു ഫെസ്റ്റ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇത് 3ാമത് ഫെസ്റ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വർഷം തന്നെ ഇതിനു മുൻപ് ഇത്ര വിപുലമല്ലെങ്കിൽ ഓർമ്മ സംഘടിപ്പിച്ചെന്നാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ കുട്ടികളുടെ അക്കാദമിക് രംഗത്തെ അവരുടെ മെച്ചപ്പെട്ട പെർഫോമൻസിനൊപ്പം തന്നെയാണ് മറ്റ് ഇതര പ്രവർത്തനങ്ങൾ. അതാണ് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മുടെ സ്കൂൾ മേളകൾ, സ്കൂൾ കലോത്സവങ്ങളൊക്കെ അത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവങ്ങളാണ്. ഇപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ സംബന്ധിച്ചിട്ട് വലിയ തോതിൽ